ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തലപൊക്കി നോക്കുവാൻ ദൈവം ആജ്ഞാപിക്കുന്നു. നീ നിരാശപ്പെട്ട് തല താഴ്ത്തിയിരിക്കേണ്ട, നീ ഇനിയും ദുഃഖിതനായി തല താഴ്ത്തിയിരിക്കേണ്ട. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം എടുക്കാം, 63-ാം വാക്യം വായിക്കാം. വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി, ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കായും തലപൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എൻ്റെ യജമാനൻ തന്നെയെന്ന് ദാസൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എൻ്റെ ഏകജാതനായ ഇസ്ഹാക്ക് പ്രായമായി വന്നു, യുവാവായി. ഇനി പ്രായമായി വിവാഹം ആലോചിക്കണം. അബ്രഹാം തൻ്റെ ദാസനായ എലിയാസറിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. ഈ ദേശത്ത് നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യ എടുക്കാതെ ഞാൻ വിട്ടുപോന്ന ആ ദേശത്തേക്ക് നീ പോയി അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ നീ കണ്ടെടുത്തുകൊണ്ട് വരണം. ദൈവം നിന്നെ നയിക്കും, ദൈവം നിന്നെ നടത്തിക്കൊള്ളും. നിത്യനായ ദൈവം നിന്നെ വേണ്ട വഴിക്ക് നയിച്ചുകൊള്ളും. നീ എൻ്റെ മകൻ ഇസ്ഹാക്കിന് ഒരു മണവാട്ടിയെ നീ കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. എലിയാസാർ പുറപ്പെട്ടു. എലിയാസാർ അങ്ങ് ദൂരെ 600 നാഴി ദൂരെ ചെന്ന് അവിടെ ഹാരാനിൽ ബെഥൂവേലിൻ്റെ മകള് ലാബാൻ്റെ സഹോദരിയായ റിബേക്കയെ കണ്ടെത്തി. ദൈവത്തിന് സ്തോത്രം. ബെഥൂവേൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ്. ബെഥൂവേലിൻ്റെ ഭവനത്തെത്തി റിബേക്കയെ കണ്ടെത്തി. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവം അത്ഭുതമായിട്ട് നടത്തി. അവിടെ ചെന്നു. ദാസൻ ചെല്ലുമ്പോൾ തന്നെ റിബേക്കയെ കണ്ടു. അവൾ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുകയായിരുന്നു. അന്ന് ഈ അവിടെയുള്ള കിണറുകൾ എന്ന് പറഞ്ഞാൽ പടിക്കെട്ടുകൾ, സ്റ്റെപ്സ്, ധാരാളം പടിക്കെട്ടുകൾ. ഈ ഓരോ സ്റ്റെപ്പും ഇറങ്ങി ചെന്ന് വെള്ളം കുടത്തിൽ കോരിക്കൊണ്ട് വന്ന് മുകളിൽ കൊണ്ടുവരും. റിബേക്ക വളരെ വിനയപൂർവ്വം, വളരെ സ്നേഹത്തോടെ ഈ എലിയാസാറുമായിട്ട് സംസാരിച്ചു. എലിയാസാറിന് റിബേക്ക കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇതാണ് എൻ്റെ യജമാനൻ്റെ മണവാട്ടി. എൻ്റെ യജമാനായ ഇസ്ഹാക്കിൻ്റെ മണവാട്ടിയാണ് ഇവള്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. റിബേക്കയെ ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. കയ്യിൽ വളകൾ കൊടുത്തു, മോതിരം കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. 24-ാം അധ്യായം ഉൽപ്പത്തി 24-ാം അധ്യായം വായിക്കുമ്പോൾ മനോഹരമായ ചില ചിത്രങ്ങൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇത് വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മണവാട്ടി സഭയെ ഒരുക്കുവാൻ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തുവിന് മണവാട്ടിയായി ഒരു സഭയെ ഒരുക്കുവാൻ, കറയില്ലാത്തൊരു കന്യകയെ ഒരുക്കുവാൻ, കറ പെരളാത്തൊരു കന്യകയെ ഒരുക്കുവാൻ പിതാവായ ദൈവം തൻ്റെ ദാസനായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുകയാണ്. നമ്മുടെ വിവാഹകൂദാശയിൽ നാം പാടുന്നുണ്ടല്ലോ, റിബേക്കയോട് ഉപമിച്ച് മണവാട്ടിയെയും ഇസ്ഹാക്കിനോട് ഉപമിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെയും വർണ്ണിക്കുന്നതായ മനോഹരമായ ഗീതങ്ങൾ നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ നമുക്ക് കാണാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമുക്കത് പാടാം. സുന്ദരികളിൽ സുന്ദരി നീ, സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനോ നൃപതി ശലോമോൻ വിമല സഭേ, നിന്നെ ലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം, നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി, നീ കരതീണ്ടാത്തോൾ ശ്ലീബായെ വന്നിപ്പതിനാൽ, രാജാവ മശിഹ ഹാലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഈ സുന്ദരിയാണ് എന്ന് പറയുന്നത് സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മണവാളനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേണ്ടി, വിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു അണിയിച്ചൊരുക്കുന്നതായ സ്വർഗീയമായ വിധങ്ങൾ അതെല്ലാം വർണ്ണിക്കുകയാണ് ആ കാവ്യഭാഗത്ത്, ആ ഗീതത്തിൽ. തേനോലുന്ന വാക്കുകളാണ്, തേനിലും തേൻകട്ടയിലും മധുരമായ വചനമാണ് സഭയുടെ നാവിൽ നിന്ന് വരുന്നത്. ഇന്ന് നാം കാണുന്ന ദൃശ്യസഭകൾ ഓർത്തഡോക്സ് സഭയോ യാക്കോബായ സഭയോ കത്തോലിക്ക സഭയോ അല്ല വേറെ ഏത് മാർത്തോമ സഭയോ അത് അങ്ങനെയുള്ള സഭയെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. ഓരോ സഭകളിലും മണവാട്ടിയായി രൂപപ്പെടുന്ന ചില ആളുകളുണ്ട്. മണവാട്ടി ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന കറ തീണ്ടാത്തവരായിരിക്കും. കറ വന്നു പോയോ കറ കഴുകി കിട്ടുന്നവരായിരിക്കും. നീ കറ തീണ്ടാത്തോൾ എന്നാണ് പറയുന്നത്. നിൻ്റെ വസ്ത്രത്തിന് നീസാൻ കുസുമത്തിൻ്റെ ശാരോനിലെ പനിനീർ പുഷ്പത്തിൻ്റെ ശോഭയും വാസനയും ഉണ്ട്. നിൻ്റെ അധരങ്ങൾ മധു വർഷിക്കുന്നു. നിൻ്റെ ചുണ്ടുകളിൽ നിന്ന് തേനോലെന്ന് വാക്കുകൾ വരുന്നു, വചനം വരുന്നു. സഭയുടെ ഗുണങ്ങളായി പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, സഭയുടെ ഗുണഗണങ്ങൾ മധു വർഷിക്കണം. സഭ തീണ്ടാത്തളായിരിക്കണം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത കൊണ്ടുവന്ന് ചിന്തിക്കണം. ഞാൻ ചിന്തിക്കണം, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യതയുണ്ടോ? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം വാക്യത്തിൽ പറയും, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മലകനിയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതാണ് വാസ്തവത്തിൽ സത്യസഭ. അത് യാക്കോബായ സഭയിലങ്ങളിലുള്ള ആളുകൾ കാണുമായിരിക്കും, കത്തോലിക്ക സഭയിലങ്ങളിലുള്ള ആളുകൾ കാണുമായിരിക്കും, ഓർത്തഡോക്സ് സഭയിലങ്ങളിലുള്ള ആളുകൾ കാണുമായിരിക്കും, മാർത്തോമ സഭയിൽ കാണുമായിരിക്കും, പെന്തക്കോസ്ത് സഭയിൽ കാണുമായിരിക്കും. സഭ ചില പ്രത്യേക കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ആശയത്തിൽ തെറ്റില്ല. എല്ലാം ശരിയായ സഭകൾ തന്നെ. ഒന്നിനേക്കാൾ ഭേദമെന്നോ ഒന്നിനേക്കാൾ മോശമെന്നോ പറയാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സഭ മാറണ്ട എന്ന് പറയുന്നത്. സഭയൊന്നും മാറണ്ട, സമുദായം മാറണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാം കറ തീണ്ടാത്തവരായി നിൽക്കണം എന്നുള്ളത് ആവശ്യമാണ്. കാരണം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകണമെങ്കിൽ കറ തീണ്ടാതെ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. വിവാഹോദാസിയുടെ അവസാന ഭാഗത്ത് പറയും, ഈ മണവാട്ടി കരയുകയാണ്, കേണ് പറയുകയാണ്, ഏതെന്തോട്ടം നട്ടോനേ യുവമണവാളൻ നിൻ തോട്ടത്തീനൻ പേർക്കായി വിശിച്ചിടുക കുളിർതന്നൽ നാദൂരെ പോകരുതേ ഈയുള്ളോളെ തള്ളരുതേ മനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാവും നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുതെളിഞ്ഞാനന്ദിച്ചേ. സ്തോത്രം. ഒരിക്കൽ ഈ ജീവധ്വനി കേട്ടു, ജീവശബ്ദം കേട്ടു. മണവാട്ടി പറയുകയാണ്, ഞാൻ നാളുകളും മാസങ്ങളും ആണ്ടുകളും പാപത്തിൻ്റെ പാഴികളിൽ പോക്കിയവളാണ്. ഞാൻ പാവിയാണ്. നാളും മാസവും ആണ്ടും ഞാൻ പാഴികളിൽ പോക്കി. എന്നാൽ ഒരു ദിവസം ഞാൻ നിൻ്റെ ജീവിതത്തിന് കേട്ടു, നിൻ്റെ വചനം കേട്ടു. അപ്പോൾ എൻ്റെ കണ്ണു തെളിഞ്ഞു, ഞാൻ ആനന്ദിച്ചു. നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുതെളിഞ്ഞാനന്ദിച്ചേ. സ്തോത്രം. ഇന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ വാസ്തവത്തിൽ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് വാസ്തവമായി വിശ്വസിക്കുന്നു എങ്കിൽ കറയില്ലാത്തവരായി നിൽക്കണം, പാവമില്ലാത്തവരായി നിൽക്കണം. ഒരു പാവവും വരാൻ പാടില്ല. പുറമേയുള്ള പാവങ്ങൾ മാത്രമല്ല, മദ്യപാനം പാടില്ല, കഞ്ചാവ് ഒരിക്കലും പാടില്ല, മയക്കുമരുന്ന് തീർച്ചയായിട്ടും വേണ്ട. ദൈവത്തിന് സ്തോത്രം. വഴക്ക്, പിണക്കം, കലഹം, ഇഷ്ടക്കേട്, മുഷിച്ചിൽ, വൈരാഗ്യം, പക, വിദ്വേഷം പാടില്ല. മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്വഭാവം വേണം. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിന് കീഴ്പ്പെടണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയെ ബഹുമാനിക്കണം. ഇതെല്ലാം വചനം പറയുന്ന കാര്യങ്ങളാണ്. വചനത്തിൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അനുഗ്രഹീതമായ കുടുംബങ്ങളായി തീരണം, കറ തീണ്ടാത്തളായി തീരണം. ഇതുവരെയോ തെറ്റുപറ്റി. നാളല്ല മാസങ്ങൾ ആണ്ടുകൾ ഞാൻ പാഴിൽ പോക്കി, പാവത്തിൻ്റെ പാഴികളിൽ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു, നഷ്ടമായി പോയി. പക്ഷേ നിന്റെ ജീവിതത്തിന് ഞാൻ കേട്ടു, ഇനി ഞാൻ കറ തീണ്ടാത്തനായി നിൽക്കും. ദൈവത്തിന് സ്തോത്രം.
ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, വിശുദ്ധ മണവാട്ടി സഭ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, സഭകൾ പുറമേയുള്ള ദൃശ്യസഭകളിലല്ല, സഭ എന്ന് പറയുന്നത് ഒന്നാണ്. സഭ ഏകവും വിശുദ്ധവുമാണ്. സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്. വിശുദ്ധ സഭ, ആ സഭയിൽ അവിടെ കളങ്കം പാടില്ല. ആ സഭയിലെ വ്യക്തികൾക്ക് അവിടെ അത്യാഗ്രഹം പാടില്ല, ദുർമോഹം പാടില്ല, അഹങ്കാരം പാടില്ല, സ്വാർത്ഥത പാടില്ല. അവിടെ വഴക്കില്ല, പിണക്കമില്ല, വൈരാഗ്യമില്ല, പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, സ്വാർത്ഥതയില്ല. അത് എല്ലാം കറ തീണ്ടാത്തവരായി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. റിബേക്ക കറ തീണ്ടാത്തവളായിരുന്നു. ദിവസം പറയുന്നൊരു വാക്കുണ്ട്, അവൾ ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ബാല അതിസുന്ദരിയും, റിബേക്ക അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നാം മാനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ വകയായി തീർന്നാൽ അശുദ്ധി വരാതിരിക്കും, ദുശ്ശീലങ്ങൾ പഠിക്കാതിരിക്കും, ദുഷ്ടസ്വഭാവങ്ങൾ ഇല്ലാതിരിക്കും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ബാല്യത്തിൽ തന്നെ ആത്മീയമായി അഭ്യസിപ്പിക്കണം. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. മാതാപിതാക്കൾ അതുകൊണ്ട് വിശുദ്ധിയുള്ളവരായിരിക്കണം. എന്നാൽ നമ്മിൽ പലരും കറയുള്ളവരാണ്, അശുദ്ധിയുള്ളവരാണ്. അവിടെ എത്ര കുടുംബങ്ങളുണ്ട് സമാധാനം, ഭാര്യയും ഭർത്താവും കാര്യം സ്നേഹമൊക്കെയാണ്, പക്ഷേ സമാധാനമുണ്ടോ, ഐക്യമുണ്ടോ, ഒരു മനസ്സുണ്ടോ? ഇല്ല, പല വീടുകളിലില്ല. ഹൃദയം വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ അതേ ഭാര്യയുടെ അതേ ഹൃദയം വിങ്ങിക്കൊണ്ടിരിക്കുന്നു, നീരസം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിൽ ഇഷ്ടക്കേടും മുഷ്ടിലും വളർന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ കോപിക്കില്ല, പൊട്ടിത്തെറിയൊന്നുമില്ല, കോപിക്കില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് കോപിച്ചു പോകും. ഇതല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ പലത് കാണുന്നത്. കുടുംബങ്ങളുടെ ആ സ്വൈര അന്തരീക്ഷം പോയിരിക്കുകയല്ലേ പല കുടുംബങ്ങളിലും. എല്ലാവരുടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവരുടെയും എല്ലാം ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പുറമേയുള്ള പാവങ്ങൾ പോലും കുടുങ്ങിക്കിടക്കുന്ന അനേക ആളുകളുണ്ട്. മദ്യപാനം, മദ്യം കിട്ടി അടങ്ങൂ, മദ്യപാനം, അശുദ്ധ ജീവിതം, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ മ്ലേച്ഛ ജീവിതം. ഓരോ അവയവങ്ങളിലും പാവം വന്നിട്ടുണ്ട്, ഓരോ അവയവങ്ങളിലും, നമ്മുടെ ഓരോ അവയവങ്ങളിലും. നിങ്ങൾ അവരെ ചിന്തിച്ച് നോക്കണം, തനിയെ ചിന്തിച്ച് നോക്കണം. കറയുണ്ടോ? എൻ്റെ കണ്ണിൽ കറയുണ്ടോ? എൻ്റെ കണ്ണ് വിശുദ്ധമായി നോട്ടമുള്ള കണ്ണാണോ? ഈ കണ്ണ് യേശുവിൻ്റെ കണ്ണായി മറ്റുള്ളവരെ നോക്കാനുള്ള ആർദ്രതയുള്ള കണ്ണുകളായിരിക്കേണ്ടതാണ്. ഈ കണ്ണ് യേശുവിൻ്റെ സ്നേഹമുള്ള കണ്ണായിരിക്കേണ്ടതാണ്, യേശുവിൻ്റെ വാത്സല്യമുള്ള കണ്ണായിരിക്കേണ്ടതാണ്. എൻ്റെ നോട്ടം ചൊവ്വുള്ളതാണോ? അശുദ്ധ ചിത്രങ്ങൾ കാണാറുണ്ടോ? അശുദ്ധമായ പടങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കണ്ണ്, നമ്മുടെ നാവ് ശാപവാക്കുകൾ പറഞ്ഞിട്ടില്ലേ? പിരാകുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? കോപിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? നാവ് അശുദ്ധമാണ്. ചിലരെക്കുറിച്ച് ദൂഷണം പറഞ്ഞിട്ടില്ലേ? ചിലരെക്കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ലേ? ദൂഷണം പറയുന്ന നാവ് കറയുള്ളതാണ്. യേശുവിനെ സ്തുതിക്കാനുള്ളതാണ് നാവ്, യേശുവിന് വേണ്ടി സംസാരിക്കാനുള്ളതാണ് നാവ്, യേശുവിന് വേണ്ടി സംസാരിക്കാൻ. ഇങ്ങനെ ഓരോന്നോരോന്നും നോക്കണം. എൻ്റെ കൈകൾ, ഈ കൈകൾ വിശുദ്ധമാണോ? ഞാൻ കുരിശ് വരയ്ക്കുന്ന ഈ കൈകൾ വാസ്തവത്തിൽ നിർമ്മലമാണോ? ഈ കൈകൾ വിശുദ്ധമാണോ? ഈ കൈകൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഈ കൈകൾ അരുതാത്തത് എഴുതിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ അവിടെ ആരും കാണാൻ പാടില്ലാത്ത ഒരു കോൺഫിഡൻഷ്യൽ ഫയൽ ഓരോ അധ്യാപകരെക്കുറിച്ചുള്ള കമൻസ് എഴുതിയിരിക്കുന്നതാണ്. അത് അധ്യാപകരെ കാണിക്കില്ല. ഞാൻ ഓർക്കുന്നു, എനിക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വേണമെങ്കിൽ എഴുതാം, പക്ഷേ ഞാൻ ആരെക്കുറിച്ചും തെറ്റായി ഒന്നും എഴുതിയില്ല. ആരെക്കുറിച്ചും ചിലർ ദേഷിച്ച അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരെക്കുറിച്ചും ഭാഗ്യവശാൽ ഒന്നും എഴുതിയിട്ട് ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഒരിക്കലും ഈ കൈകൾ അരുതാത്തതിന് നീട്ടരുത്, അരുതാത്തത് എഴുതരുത്, ആർക്കും ദോഷം ഉണ്ടാക്കരുത്, ആർക്കും വേദന ഉണ്ടാക്കരുത്, ഒരു വാക്ക് പോലും ആരെയും നൊമ്പരപ്പെടുത്തരുത്, ചീത്ത വാക്കുകൾ വരരുത്. നമ്മുടെ നാവ്, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ കണ്ണ്, എല്ലാം, നമ്മുടെ ഓരോ അവയവങ്ങളും വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധമായ കൈകൾ. റിബേക്ക അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. റിബേക്കയും കൂട്ടിക്കൊണ്ട് എലിയാസർ വരികയാണ്. റിബേക്ക ഒരുമിച്ച് വരികയാണ്. ഒട്ടകപ്പുറത്താണ് വരുന്നത്.
എലിയാസാർ ഒരു ഓട്ടത്തിൽ, റിബേക്ക വേറൊരു ഓട്ടത്തിൽ, പിന്നെ വേലക്കാർ എല്ലാം ഓട്ടത്തിൽ, ഇങ്ങനെ ഒരു സംഘമായിട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് റിബേക്ക ചോദിക്കും, ഇനി എന്തോരം ദൂരമുണ്ട്? ഓ ഇല്ല, കുറച്ചുകൂടി പോയാൽ മതി. ക്ഷീണിക്കുമ്പോൾ ചോദിക്കും. പിന്നെ റിബേക്കയ്ക്ക് ക്ഷീണം മാറുന്നത് എങ്ങനെയാണ്? ഏലിയാസാർ ഇസാക്കിൻ്റെ കാര്യങ്ങൾ വർണ്ണിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ഇസാക്കിൻ്റെ അനുസരണം, അപ്പം പറഞ്ഞപ്പോൾ കൈ നീട്ടി കൊടുത്തത്, യാഗം കഴിക്കാൻ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തത്, അപ്പനെ അനുസരിക്കുന്ന ഒരു നല്ല മോൻ, അമ്മയെ എത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മോൻ, നല്ല സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരൻ. ഈ റിബേക്ക ഇതൊക്കെ കേട്ട് അവൾ പുളകം കൊണ്ടുവരികയാണ്. അവൾ കണ്ടിട്ടില്ല, ഇസാക്കിനെ കണ്ടിട്ടില്ല, പക്ഷേ ഈ എലിയാസാർ കൊടുക്കുന്ന വർണ്ണനകളെ കേട്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം കർത്താവായ യേശുവിനെ നേരിട്ട് കണ്ടില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന വർണ്ണനകൾ കേട്ടുകൊണ്ട് നാം കർത്താവായ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞു വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വർണ്ണനകൾ ഈ ഇസാഖിനെക്കുറിച്ചുള്ള വർണ്ണനകളാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. ഈ വർണ്ണനകൾ കേട്ടുകൊണ്ട്, എല്ലാ വർണ്ണനകളും കേട്ടുകൊണ്ട് റിബേക്ക കൂടെ സഞ്ചരിക്കുകയാണ്. 600 നാഴിക ദൂരം നിസ്സാരമല്ലല്ലോ. പാവം കന്യകയിടയ്ക്ക് തളരുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ ഏലിയാസാറിൻ്റെ വാക്കുകൾ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു. ഏലിയാസാറിൻ്റെ വാക്കുകൾ ദൈവവേദിയിലെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ തളർച്ച വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങൾക്ക് തളർച്ച മാറ്റും. നിങ്ങൾ വാടി തളർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങൾക്ക് ധൈര്യം തരും. നിങ്ങൾ ക്ഷീണിച്ച അവസരമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങൾക്ക് ധൈര്യം തരും. നിങ്ങൾ രോഗിയായി വിഷമിച്ച് കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങൾക്ക് ധൈര്യം തരും, നിങ്ങൾക്ക് സൗഖ്യം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏലിയാസ് പറയുന്ന വാക്കുകളുടെ വർണ്ണനകൾ കേട്ടുകൊണ്ട് റിബേക്ക യാത്ര ചെയ്തു. അങ്ങ് ചെന്നു. കുറേ അങ്ങോട്ട് ചെന്നപ്പോഴുണ്ട് വെളിമ്പ്രദേശത്ത് നോക്കുന്നു, ഇസ്ഹാക്ക് വന്ന് നിൽക്കുന്നു. ഇസ്ഹാക്കിൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി ഇസ്ഹാക്ക് വെളിമ്പ്രദേശത്തേക്ക് വന്ന് നിൽക്കുന്നു. റിബേക്ക ചോദിച്ചു, ആ വെളിമ്പ്രദേശത്ത് നിൽക്കുന്ന ആൾ ആരാണ്? ഏലിയാസ് പറഞ്ഞു, മോളെ നീ അറിഞ്ഞുകൊള്ളൂ, ഇത്രയും നേരം മുഴുവനും ഈ ദിവസങ്ങളെല്ലാം നീ യാത്ര ചെയ്ത് ക്ലേശിച്ച് വന്നത് ആർക്ക് വേണ്ടിയാണോ ആ നിൻ്റെ മണവാളനായ ഇസ്ഹാക്കാണ് അവിടെ വെളിമ്പ്രദേശത്ത് നമ്മെ കാത്തു നിൽക്കുന്നത്. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി നോക്കി ഒരു പുരുഷൻ നിൽക്കുന്നത് കണ്ടു. ആരാണത്? അത് എൻ്റെ യജമാനൻ തന്നെ. സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു വീണ്ടും വരും. അവൻ സ്വർഗീയ കൂടാരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മധ്യാകാശം വരെ വരും. കൂടാരത്തിൽ ഇറങ്ങി വെളിമ്പ്രദേശത്ത് നിൽക്കും. ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടുവരുന്ന സഭ മധ്യാകാശത്തിലേക്ക് പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കൂട്ടത്തിൽ കാണുമോ? പറന്നുയരും സഭയുടെ ആ കൂട്ടത്തിൽ സ്നേഹിത നീ കാണുമോ? കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വരെ വരുമ്പോൾ അങ്ങോട്ട് പറന്നു ചെല്ലുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ സ്നേഹിത നീ കാണുമോ? മകളെ നീ കാണുമോ? ചിന്തിക്കൂ. അതിനൊക്കെ കൊണ്ട് നീ ഒരുക്കമായോ? ഇല്ലെങ്കിൽ ഇന്നൊരുങ്ങാനുള്ള ദിവസമാണ്. ഇന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള ദിവസമാണ്. വേണമെങ്കിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിനക്ക് ഒരുങ്ങാം. കർത്താവായ യേശു വീണ്ടും വരും. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് പാപികളെ വിശുദ്ധരാക്കാനാണ്. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് ക്രൂശിൽ മരിച്ചതിൻ്റെ രക്തത്താൽ പാപികളെ ശുദ്ധീകരിക്കാനാണ്. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് പാപികളായ മനുഷ്യരെ എല്ലാവരെയും വിളിച്ച് സുവിശേഷം അറിയിച്ച് എല്ലാവരെയും വിശുദ്ധീകരിക്കാനാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വിശുദ്ധന്മാരെ മാത്രം കൂട്ടിച്ചേർക്കാനാണ്. കർത്താവിന് സ്തോത്രം. വിശുദ്ധന്മാർ പറന്നുയരുന്ന ആ മധ്യാകാശത്തിലേക്കുള്ള പറന്നുയരുന്ന ആ മഹൽ സൗഭാഗ്യത്തിൽ നിങ്ങൾക്ക് പങ്കുവേണമോ? വെളിമ്പ്രദേശത്ത് എതിരേറ്റ് വരുന്ന പുരുഷനാര്? എൻ്റെ യജമാനൻ തന്നെ. കർത്താവിന് സ്തോത്രം. വെളിമ്പ്രദേശത്തെ യേശു എതിരേറ്റ് വരും. നിങ്ങളെതിരേറ്റ് വരും. മധ്യാകാശം വരെയും വരും. അന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ അവർ വാങ്ങിപ്പോയവരെ ഉയർത്തെഴുന്നേറ്റ് പറക്കും. ചില കല്ലറകൾ മാത്രം തുറക്കും, എല്ലാ കല്ലറയും തുറക്കുകയില്ല. വിശുദ്ധന്മാരുടെ കല്ലറ തുറക്കും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ മാത്രം പറന്നുയരും. അപ്പോൾ ജീവനുണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുമല്ല, വിശുദ്ധന്മാർ മാത്രം രൂപാന്തരം പ്രാപിച്ച് അവരും പറക്കും. അങ്ങനെ കർത്താവിൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നല്ല ഇപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കർത്താവിന് സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു വീണ്ടും വരും.
അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവർ, അവർ വിശുദ്ധന്മാരാണെങ്കിൽ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, കർത്താവിൻ്റെ രക്തത്തിൽ രക്ഷിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ രക്തത്താൽ സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിച്ചവർ, കർത്താവിൻ്റെ രക്തത്തിൽ കഴികൾ പ്രാപിച്ചവർ, അങ്ങനെയുള്ളവർ മാത്രം പറന്നുയരും. അപ്പോൾ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരോ അവരെ മരിക്കുകയില്ല, അവർ പെട്ടെന്ന് രൂപാന്തരം പ്രാപിക്കും, അവരും പറന്നുയരും. കർത്താവിന് സ്തോത്രം. ഒരേ ഒരു കാര്യം, അന്ന് 2 പേർ വയലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ തിരിയിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 2ആയി പിരിയുന്നു. ഇന്ന് ഒരുമിച്ച് വളരുകയാണ്, ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുകയാണ്, ഒരുമിച്ചൊരു പന്തലിൽ പ്രസംഗിക്കുകയാണ്, ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ നടക്കുകയാണ്, ഇന്ന് ഒരുമിച്ചൊരു ഭവനത്തിൽ കിടക്കുകയാണ്, ഇന്ന് ഒരുമിച്ചൊരു കട്ടിലിൽ കിടക്കുകയാണ്. പക്ഷേ ഒരാൾ സ്വീകരിക്കപ്പെടും, മറ്റൊരാൾ ഉപേക്ഷിക്കപ്പെടും. എന്ത് വേണം? കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, വേറൊന്നും വേണ്ട. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, വേറെ എനിക്കൊന്നും വേണ്ട. കർത്താവേ, എനിക്കൊന്നും വേണ്ട. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കടം തീർക്കാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആകുലങ്ങൾ മാറ്റാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എൻ്റെ അപകർഷതാബോധം മാറ്റാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതാ എന്നെ തിരുമുമ്പാകെ ഞാൻ താഴ്ത്തുന്നു. ഹല്ലേലൂയ. തലപൊക്കി നോക്കുക. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി, റിബെക്കയും തലപൊക്കി നോക്കി. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കുക. ഇനിയും തളർന്നിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇനിയും താണിരിക്കേണ്ട, ഇനിയും മ്ലാനോദണ്ടായിരിക്കേണ്ട, ഇനി നിങ്ങൾ ദുഃഖിതരായിരിക്കേണ്ട. നിങ്ങൾക്കൊരു നാഥനുണ്ട്, നിങ്ങൾക്ക് രക്ഷകർത്താവുണ്ട്, നിങ്ങൾക്ക് ഉടമസ്ഥനുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, ശരിയാണ്. മോളെ, നിനക്കൊരു രക്ഷകർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോനെ, നീ അനാഥനാണ്, അപ്പനില്ല, അമ്മയില്ല, നിനക്ക് രക്ഷകർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. മകനെ, നിനക്ക് ആരുമില്ല നിനക്ക് തോന്നുന്നു, നിന്നെ സഹായിക്കാൻ ആരുമില്ല തോന്നുന്നു, എല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ നിനക്ക് തോന്നുന്നു. പക്ഷേ നിന്നെ സഹായിക്കാൻ യേശു ഉണ്ട്. സ്വയം സ്വപ്നം കാണുകയല്ല, സത്യമാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ജീവിക്കുന്നു. യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? ഇപ്പോൾ നിങ്ങളുടെ എഴുത്തേക്ക് വന്നെങ്കിൽ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? ഇപ്പോൾ നമ്മുടെ തലകളെ നമുക്കൊന്ന് ഉണക്കാം, കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. യേശു ഇതാ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്നെ കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അരികത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ഞാനല്ലയോ നിങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു. നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്ന എന്നെ നിങ്ങൾ തള്ളിക്കളയല്ലേ എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് കണ്ണീരോടെ പറയുന്നു, മോനെ, നീ എന്നെ തള്ളിക്കളയല്ലേ, മോളെ, നീ എന്നെ തള്ളിക്കളയല്ലേ. കർത്താവ് ഓരോരുത്തരെയും സമീപിക്കുന്നു, ഓരോരുത്തരെയും നിൽക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. പറയാമോ നിങ്ങൾക്ക്? എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു വിശുദ്ധൻ. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ ഒരു ശുദ്ധിമതി. ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കും. കർത്താവെ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. കർത്താവെ, ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. യേശുവെ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. പറയാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശു ഇതാ വന്ന് അരികത്ത് ചേർന്ന് നിൽക്കുന്നു. സ്നേഹത്തോട് നിങ്ങളോട് ചോദിക്കുന്നു, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. യേശു മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ പണം ചോദിക്കുന്നില്ല, സ്വത്ത് ചോദിക്കുന്നില്ല, വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല, നിങ്ങളുടെ വരുമാനമാർഗം ചോദിക്കുന്നില്ല. ഹൃദയം എനിക്ക് തരിക എന്ന് യേശു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന് ശബ്ദം കേട്ട് ഹൃദയം തുറക്കുമോ നിങ്ങൾ? ഇപ്പോൾ ദൈവത്തിന് വാക്ക് പറയുമോ? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഹൃദയത്തിൽ തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പറയൂ, യേശുവേ, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എന്റെ പാവങ്ങളെ ഞാൻ വിടുന്നു, ശുദ്ധി ഞാൻ ഉപേക്ഷിക്കുന്നു. പിശാചിനോട് ഞാൻ യാത്ര പറയുന്നു. യേശുവിനെ എന്റെ കർത്താവും രക്ഷകനുമായി ഇപ്പോൾ സ്വീകരിക്കുന്നു. യേശുവേ, നീ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, ഇന്നു മുതൽ നിന്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പരിമേൽപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഓടും തഴിയതിനായി സ്തോത്രം. ഈ മക്കളുടെ മേത്തർക്കരം വെച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, രോഗബാധകൾ അകറ്റിയതിനായി സ്തോത്രം. പാവത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചതിനായി സ്തോത്രം. സമാധാന ജീവിതം പ്രദാനം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നതിനായി സ്തോത്രം. അവിടുത്തെ പൊന്നിറങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തവരുടെ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.